സർ, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ഒരു പരിധിയുമില്ലാത്ത ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിടുന്നത്. സൗദിയുടെ എണ്ണപ്പാടത്തെ ആക്രമിക്കുക എന്നൊക്കെ വെച്ചാൽ നമുക്ക് തോന്നും ഇറാൻ എന്താ വട്ടായോ എന്ന്. കാരണം ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ എത്രമാത്രം വലിയ ആക്രമണമാണോ ഇസ്രയേൽ അഴിച്ചുവിട്ടത്, അതേ തോതിലുള്ള ആക്രമണം സൗദിക്ക് നേരെ ഇറാൻ നടത്തുക. എന്തിനായിരിക്കാം ഇറാൻ ഈ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം മുജ്തബ ഖമനേയെ ഇറാന്റെ പരമോന്നത നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനൊരു സ്ഥിരീകരണവും വന്നു. അപ്പൊ മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെ പറയുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇറാൻ അകത്ത് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നെതന്യാഹുവും പറയുകയുണ്ടായി. അപ്പോൾ ഇറാൻ US ഇസ്രയേൽ കോൺഫ്ലിക്ട് അതൊരു 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗൾഫ് മേഖലയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ വിലയിരുത്താം ജയസൂര്യൻ സർ? കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള അങ്ങേയറ്റം ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഭീകരമായിരിക്കുമെങ്കിലും ആഗോളതലത്തിൽ അതീവ സമാധാനത്തിലേക്ക് നീങ്ങുന്ന വലിയ ഒരു ചുവടുവയ്പായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് അല്പം ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികളായി വന്ന് ഇസ്ലാമിക മതത്തിന്റെ വ്യാപനത്തിനും അതിന്റെ നേതൃത്വത്തിനും വേണ്ടി പലരും രംഗത്ത് വരികയുണ്ടായി. അതിൽ 2ാം ലോകമഹായുദ്ധം 1ാം ലോകമഹായുദ്ധത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ തുർക്കിയിലെ സുൽത്താനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അതായത് തുർക്കിയാണ് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും നേതൃത്വം എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനവും മഹാത്മാഗാന്ധി തുർക്കിയിലെ ഭരണാധികാരിയെ തിരികെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സപ്പോർട്ട് കൊടുത്ത കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ 2ാം ലോകമഹായുദ്ധത്തോടുകൂടി തുർക്കിയുടെ പ്രഭാവം അസ്തമിച്ചു. പിന്നീട് എണ്ണയുടെ പെട്രോ ഡോളറിന്റെ ബലത്തിൽ സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളും ഉയർന്നു വന്നു. ഈ സമയത്ത് എണ്ണയുടെ സമൃദ്ധമായ ശേഖരമുണ്ടായിരുന്ന ഇറാൻ എന്ന് പറയുന്ന ഷിയ മുസ്ലിങ്ങളുടെ രാജ്യം ആഗോള ഇസ്ലാമിക നേതൃത്വം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു വലിയ സായുധ ശക്തിയായിട്ട് മാറുകയും ആണവശക്തി ഡെവലപ്പ് ചെയ്യുകയും സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആറ്റം ബോംബിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയും ഇസ്ലാമിക രാജ്യത്തിന്റെ നേതൃത്വം തനിക്കാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. അവിടെയാണ് ഈ ഖമേനിയുടെ ഒരു പ്രസക്തി കടന്നു വരുന്നത്. അപ്പോൾ അവിടെ മുതൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്ര പരമാധികാര രാജ്യം, അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ അംഗീകാരമുള്ള 193 ഐക്യരാഷ്ട്രസഭ അംഗങ്ങളിൽ 163 രാജ്യങ്ങളും അംഗീകരിച്ചതാണ് ഇസ്രയേലിന്റെ വ്യക്തിത്വം. പക്ഷേ ഇസ്രയേലിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഇറാനും ഇറാന്റെ ഒപ്പം നിൽക്കുന്ന 29 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെ നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ട് ലോക ഭൂപടത്തിൽ നിന്ന് യഹൂദന്മാരെ തുടച്ചു മായ്ക്കും എന്ന ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചു. ഇത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ലോകത്ത് മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യത്തെ ഞങ്ങൾ തുടച്ചു മായ്ക്കുമെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അത് അമേരിക്ക ആണെങ്കിലും ഐക്യരാഷ്ട്രസഭയാണെങ്കിലും ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ആർക്കും അധികാരമില്ല. പക്ഷെ ഇവരങ്ങ് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ അതിനൊരു കൗണ്ട് ഡൗൺ ക്ലോക്ക് സ്ഥാപിച്ചു. ആ ക്ലോക്ക് സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ഈ ക്ലോക്ക് സ്ഥാപിച്ച് 4811 ദിവസം ഇസ്രയേൽ എന്ന് പറയുന്ന ജനതയും രാജ്യവും ഭൂമിയിൽ ഉണ്ടാവില്ല, ഒരൊറ്റ യഹൂദനെ ഞങ്ങൾ ജീവനോടെ വെച്ചേക്കില്ല. പരസ്യ പ്രഖ്യാപനാണ്. ഈ പരസ്യ പ്രഖ്യാപനത്തോടു കൂടി സംഭവിച്ചത് എന്താണ്? ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ തിരിഞ്ഞു. ഇതോടുകൂടി കൂടെ നിന്ന മുസ്ലിം രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യ, GCC കൺട്രികൾ, അങ്ങനെ ഗൾഫ് മേഖലയിലെ ചെറുതും വലുതുമായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാനോട് കൂടെ നിന്നാൽ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അവര് പതുക്കെ ഇറാനെ വിട്ടുപോയി. ഇപ്പൊ ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ പോലും ഇറാൻ അപകടകാരിയാണ്. കാരണം ആഗോളതലത്തിലുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഫണ്ട് ചെയ്യുന്നത് ഇറാന്റെ പക്കലുള്ള എണ്ണ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ്. മാത്രമല്ല, അവര് സായുധ രംഗത്ത് ആറ്റം ബോംബ് നിർമ്മിക്കാൻ വേണ്ടി അവരുടെ പവർ ജനറേഷന് വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ടുപോയ പ്ലൂട്ടോണിയത്തിന്റെ, യുറേനിയത്തിന്റെ
ഒക്കെ സമ്പുഷ്ടീകരണം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച് 30% പകരം 60% മുകളിൽ എത്തിച്ചു. ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത്. ഞങ്ങൾ ആറ്റം ബോംബ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ ഒരു രാജ്യം ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളോ ഒക്കെ പറയുന്ന പോലെ ഇന്ത്യക്ക് അണുബോംബ് ഉണ്ടാക്കാം, കൊറിയയ്ക്ക് ഉണ്ടാക്കാം, ചൈനയ്ക്ക് ഉണ്ടാക്കാം, അമേരിക്കയ്ക്ക് ഉണ്ടാക്കാം, ബ്രിട്ടനും ഫ്രാൻസിനും ഉണ്ടാക്കാം, എന്നാ പിന്നെ ഇറാൻ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഇസ്ലാമിക ബോംബ് എന്ന് എന്തിനാ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഇസ്ലാമിക ബോംബ് എന്ന് നമ്മളാരും അല്ല വിളിച്ചത് ഇറാൻ തന്നെയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനാണ്. അപ്പോൾ ഇസ്ലാമിക ബോംബ് എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോ കൃത്യമായ മറുപടിയും പറഞ്ഞു. എന്താ മറുപടി? ഇസ്രായേലിനെ തുടച്ചു നീക്കാനാണ്. ഞങ്ങൾ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ഇസ്രായേലിനെ തുടച്ചു നീക്കാനാണ്. നോക്കൂ, ഇന്ത്യ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് പാകിസ്ഥാനെ ആക്രമിക്കാനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ചൈനയെ ആക്രമിക്കാനാണെന്ന് പറഞ്ഞിട്ടില്ല. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ടി വന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആറ്റം ബോംബ് ഞങ്ങൾക്ക് വേണമെന്ന് തോന്നി ഞങ്ങൾ ഉണ്ടാക്കി. അല്ലാതെ അത് ഉപയോഗിച്ച് ഞങ്ങൾ പാകിസ്ഥാനെ കൊല്ലാനോ അല്ലെങ്കിൽ ചൈനയെ കൊല്ലാനോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കി. പക്ഷേ ഇറാൻ എന്താണ് വ്യക്തമാക്കിയത്? ഞങ്ങൾ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് ഇറാനെതിരായിട്ട് ലോകം മുഴുവൻ തിരിഞ്ഞത്. ഇന്ന് നോക്കൂ, ഇറാന്റെ കൂടെ ഒരു ഒറ്റ മുസ്ലിം രാജ്യമില്ല. സകല മുസ്ലിം രാജ്യങ്ങളും ഇറാനെ വിട്ടുപോയി. ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് ചെയ്യാനും അവരെ ആയുധമണിയിക്കാനും വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇറാൻ മാറിയപ്പോ ഇറാൻ യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിക രാജ്യങ്ങളുടെ അന്തകനാണ്. ഇപ്പൊ മുസ്ലിങ്ങൾ മടുത്തു. ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ഇരിക്കുന്നവർ പോലും മടുത്തു. ഇപ്പൊ ഹമാസിനെ പോലെ, ഹൂത്തികളെ പോലെ, ISIS പോലെ, ബോക്കോ ഹറാമിനെ പോലെ ഒക്കെ ലോകരാജ്യത്ത് ഭീകരത വിതയ്ക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ നിലനിർത്തുന്നത് ഇറാനാണ് എന്ന് വന്നപ്പോ സൗദി അറേബ്യ പിന്മാറി, UAE പിന്മാറി, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, GCC രാജ്യങ്ങളൊക്കെ പിന്മാറി. അതിന്റെ കലി തീർക്കാനാണ് സ്വന്തം ചോരയിൽ പിറന്ന മുസ്ലിം സഹോദര രാജ്യങ്ങൾക്കെതിരെ ഇന്ന് ഇറാൻ ഈ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഞാനിതിൽ സന്തോഷിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്നും കൂടെ പറയാം. ഇതോടെ ഇറാന്റെ അന്ത്യമാകും. അടുത്ത ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാൻ പോകുന്ന കാഴ്ച ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഇറാൻ 3 രാജ്യങ്ങളായിട്ട് പൊട്ടിപ്പിളരും. ഇറാനകത്ത് കുർദുകളുണ്ട്. ഇറാനിലെ 9.5 കോടി ജനങ്ങളിൽ 4.25 കോടി ജനങ്ങൾ കുർദുകളാണ്. അവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ട് ഒത്തിരി കാലമായി. പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്. ഇറാൻ വീണാൽ, ഇപ്പൊ ഖൊമൈനി വീണു, അയാളുടെ അനുയായിയും വീണു, ഇനി ഇവരൊക്കെ അങ്ങ് വീണ് തീർന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന കുർദുകൾ സ്വന്തമായ രാജ്യം പ്രഖ്യാപിക്കും. അതിനു മുമ്പ് വേറൊരു ചരിത്രമുണ്ട് ഇറാന്. ഇറാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യമാകുന്നതിന് മുമ്പ് അത് ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നു. അപ്പൊ ഇറാനിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാവും. അപ്പൊ ഇറാൻ പൊട്ടിപ്പിളർന്ന് കുർദുകളുടെ രാജ്യം, ഷിയാകളുടെ രാജ്യം, ക്രിസ്ത്യാനികളുടെ രാജ്യം, ഇങ്ങനെ 3 രാജ്യങ്ങളായിട്ട് ഇറാൻ മാറാൻ പോവാണ്. ഇതൊക്കെ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോവാണ്. അങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾ എന്തിനാ കേരളത്തിലിരുന്ന് ഇതിനെക്കുറിച്ച് വാചകടിക്കുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിനും കാര്യമുണ്ട്. കാരണം ഇറാന്റെ അതേ ആക്രമിക പാത പിന്തുടരുന്ന, ആശയപരമായി ഇറാനെ പിന്തുണയ്ക്കുന്നവർ കേരളത്തിലുണ്ടല്ലോ. ഇറാൻ വീഴുകയും ഇറാൻ എന്ന് പറയുന്ന രാജ്യം 2, 3, 4 ആയി തകരുന്ന വ്യത്യസ്ത രാജ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ കേരളത്തിൽ ഒരു 4 രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെയാവും. കേരളത്തിലെ 4 രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെയാവും. ഏതൊക്കെയാന്ന് ഞാൻ പേരെടുത്ത് പറയാം. ഇവിടെ മുസ്ലിം ലീഗ് മാത്രമേ കാണുള്ളൂ. പിന്നെ PDP ഇല്ലാതെയാകും, SDPI ഇല്ലാതെയാകും, വെൽഫെയർ പാർട്ടി ഇല്ലാതെയാകും, INL ഇല്ലാതെയാകും. എന്താ ഞാൻ ഇത് വ്യക്തമായിട്ട് പറയാൻ കാര്യം? മുസ്ലിം ലീഗിന് തീവ്രത പോരാ. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ല മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. അവർ കോൺഗ്രസിന്റെ കൂടെ കൂടി കുറെ അധികാരം മേടിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ രാജ്യം വേണമെന്ന് പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ, മൗദൂദിയൻ ആശയങ്ങൾ പിന്തുടരുന്ന പാർട്ടികളാണ് ഞാനിവിടെ പേരെടുത്ത് പറഞ്ഞ പാർട്ടികൾ. അപ്പൊ ഇറാൻ വീണാൽ ഇവരുടെയൊക്കെ തല പോയി എന്ന് ഓർത്താൽ മതി. ഇറാൻ പൊട്ടിച്ചിത്തറി 3, 4 രാജ്യമായി മാറിയാൽ ഇവന്റെയൊക്കെ ഫണ്ടിങ് നിലയ്ക്കും, ഇവന്റെയൊക്കെ ആത്മവിശ്വാസം പോകും. പിന്നെ ഇവന് പുല്ലുവിലയായിരിക്കും. അപ്പോ ഒറ്റയടിക്ക് കേരളത്തിൽ ഒരു 4 രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാവും. അതിന്റെ നഷ്ടം മുഴുവൻ LDF-നും UDF-നും ആണ് കേട്ടോ. അപ്പൊ LDF, UDF എന്ത് നിലപാടെടുക്കുന്നുള്ള അന്നേരം കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇറാനിൽ കാണാൻ പോകുന്ന കാഴ്ച ഇതാണ്. ഇറാൻ പിളർന്ന് 4 രാജ്യമെങ്കിലും ആകും. അതിൽ ഒരെണ്ണം കുർദ് രാജ്യമായിരിക്കും, ഒരെണ്ണം ഷിയ രാജ്യമായിരിക്കും, ഒരെണ്ണം ക്രിസ്ത്യാനികളുടെ രാജ്യമായിരിക്കും. ഇനി പണ്ട്
ഇറാൻ ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് പേർഷ്യ എന്നൊക്കെ പറഞ്ഞിരുന്ന പേരുണ്ടായ കാലത്ത് അവിടുത്തെ യഥാർത്ഥ മതം എന്തായിരുന്നു? സ്വരാഷ്ട്രീയൻ മതമായിരുന്നു. അവരിപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഇസ്ലാമിന്റെ പേരിലായിരിക്കും ജീവിച്ചിരിക്കുന്നത്, അല്ല തല കാണുകയല്ലോ. ആ സ്വരാഷ്ട്രീയൻ മതവും തലപൊക്കിയാൽ, അതിനുള്ള അന്തരീക്ഷം ഉണ്ടായാൽ 4 മതരാഷ്ട്രങ്ങളായിട്ട് ഇറാൻ കീറി മുറിക്കപ്പെടും, ചിതറിത്തെറിക്കും. ആ ചിതറിത്തെറിക്കലിൽ പിന്തുണ നഷ്ടപ്പെടുന്ന കേരളത്തിലെ 4 ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയ പാർട്ടികളും വീഴും. ഇതൊക്കെ നമ്മൾ അടുത്ത 1-2 മാസത്തിനുള്ളിൽ കാണാൻ പോകുന്ന കാഴ്ചകളാണ്. ഞാൻ അല്പം നേരത്തെ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇറാനിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാവും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇറാനെതിരായി ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ്, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനൊരു പിന്തുണ നൽകാതിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഇറാന് വേണ്ടി ശബ്ദം ഉയരുന്നത് എന്നതാണ് ഖേദകരം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.